വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറോബോവാം വിഗ്രഹാരാധനയുടെ ഭാഗമായ ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്നൊരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്ഥികൾ നിന്റെ മേൽ ഹോമിക്കും. അന്നു തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ്. ഇതാ, ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ദൈവപുരുഷൻ ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം പീഠത്തിനരികിൽ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടെ നിന്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കരം പഴയപടിയായി. രാജാവ് ദൈവദൂതനെ ഭക്ഷണത്തിന് ക്ഷണിച്ചെങ്കിലും അവനത് നിരസിച്ചു. എന്നിട്ടും ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു. ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി. ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യത്തക്ക വിധം ജെറോബോവാമിൻ്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു. ജെറോബോവാമിൻ്റെ മകൻ അബിയ കഠിന രോഗബാധിതനായപ്പോൾ തൻ്റെ ഭാര്യയെ അഹിയ പ്രവാചകൻ്റെ അടുത്തേക്ക് വേഷം മാറി തിരിച്ചറിയാത്ത വിധം പറഞ്ഞയച്ചു. ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയയെ അറിയിച്ചിരുന്നു. അവൾ വാതിൽ കടന്നപ്പോൾ കാൽപ്പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിൻ്റെ ഭാര്യയെ അകത്തു വരൂ. നീ വേറൊരുളായി നടിക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.